ഒരു പെൺകുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ച എൻ്റെ അമ്മച്ചിക്ക് കർത്താവ് ഒരു പെൺകുട്ടിയെ കൊടുത്തില്ല. എൻ്റെ അമ്മച്ചിക്ക് ഒരു മകളായി, ക്രിസ്റ്റി തോമസിൻ്റെ നല്ല പാതിയായി, എൻ്റെ മാത്രം എനിക്കൊച്ചായി. കളത്തിങ്കിൽ തറവാട്ടിലേക്ക് വരുമോ എൻ്റെ കൂടെ? ക്രിസ്റ്റിയുടെ ചോദ്യത്തിൽ മിലി എന്ത് പറയണമെന്ന് അറിയാതെ വലഞ്ഞു. മനസ്സാവിനോട് അടുക്കാൻ പറയുമ്പോൾ തലച്ചോറും മറ്റൊന്ന് പറയുന്നു. പെട്ടെന്ന് വീട്ടുമുറ്റത്തെ കാറിൻ്റെ വെളിച്ചം വന്നപ്പോൾ ക്രിസ്റ്റി അവളിൽ നിന്നും അകന്നു മാറി. മിലിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. നീ എപ്പോൾ വന്നു? കാറിൽ നിന്നിറങ്ങി ആൽബി ചോദിച്ചു. കുറച്ച് നേരമായി. ഇന്ന് തന്നെ നിന്നെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. നീ വാ, മുറിയിലിരിക്കാം. നീ ചെല്ല്, ഞാൻ കാറിൽ നിന്ന് ആ ലാപ്പ് ഒന്ന് എടുക്കട്ടെ. ക്രിസ്റ്റി അത് പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. നീ എന്താ ഇവിടെ? അകത്തേക്ക് കയറിപ്പോ. ആൽബി മിലിയോട് പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി ഓടി. ആൽബിയുടെ മുറിയിൽ നിന്ന് ഒരുപാട് നേരം സംസാരിച്ച ശേഷം ക്രിസ്റ്റി മിലിയുടെ അടുത്തേക്ക് ചെന്നു. നീ എത്ര സമയം എടുത്ത് വേണമെങ്കിലും ആലോചിച്ചു. നിന്റെ മറുപടി കിട്ടിയിട്ട് വേണം എനിക്ക് വേറെ ചില തീരുമാനം എടുക്കാൻ. അപ്പച്ചൻ്റെ ഫ്രണ്ടിൻ്റെ മോളുണ്ട്, അവൾക്കും കെട്ടു നോക്കുക. അമ്മച്ചി ഒരു ആലോചന മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നിന്റെ തീരുമാനം എന്നെ അറിയിക്കണം. മിലിയുടെ കവിളിൽ തട്ടി അത്ര പറഞ്ഞ് മുറിവിട്ടവൻ ഇറങ്ങി. എന്റെ കർത്താവേ, ക്രിസ്റ്റിച്ച് നിന്നെ പ്രൊപ്പോസ് ചെയ്തു. ആബിയുടെ കണ്ണ് ഇപ്പൊ താഴ്വയും എന്ന അവസ്ഥയിലായി. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ആമി അവളെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. ഞാനെന്ത് തീരുമാനിക്കാനാണ്? പിന്നെ ഞാൻ കണ്ടില്ല. എനിക്കങ്ങനെ ഒന്നുമില്ല. മിലി അവരിൽ നിന്ന് മുഖം തിരിച്ചു പറഞ്ഞു. ഇടി, നീ ക്രിസ്റ്റിന് ഇഷ്ടാണെന്ന് പറയടി. അപ്പൊ നല്ല രസാവൂലേ? നമ്മുടെ 3 പേര് ഒരുമിച്ച്, നമ്മുടെ കെട്ടിയോമാര് ഒരുമിച്ച്. പൊളിയല്ലേ? ആബി ആവശ്യത്തോടെ പറഞ്ഞു കേട്ട് മിലി ഒന്ന് ചിരിച്ചു. എന്റെ ചാച്ചന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ചാച്ചൻ പറയട്ടെ. മിലി പിന്നെ മറ്റൊന്നും പറഞ്ഞില്ല. ആബിയും അവളെ ഒരുപാട് ഉപദേശിച്ചെങ്കിലും പെണ്ണിന്റെ മനസ്സ് മാറിയില്ല. അല്പസമയത്തിന് ശേഷം രണ്ടും 2 വഴിക്ക് പോയി. ആമി ആദ്യം കാത്തിരിക്കാനും 2 ദിവസം മുമ്പ് ക്ലാസ് തുടങ്ങിയത് കൊണ്ട് അത്രയ്ക്ക് നോട്ട് ആമിക്ക് എഴുതാനുണ്ടായിരുന്നു. അവൾ നോട്ട് എഴുതാനിരുന്നു. ആദ്യം വന്നതും അവൾ ബുക്ക് മടക്കി വെച്ചു. ആദ്യം ഉമ്മറത്തെ ചാരുപടിയിലിരുന്നു. ഇതെന്താ പതിവില്ലാതെ കുളിക്കാൻ കയറുന്നില്ലേ? അല്ലെങ്കിൽ വന്നുടനെ കയറുന്നതാണല്ലോ? ആമിയുടെ ചോദ്യം കേട്ട് ആദ്യം ഒന്ന് ചിരിച്ചു. ഒന്നുമില്ല, ഇന്ന് കുറച്ച് ഒരുപാട് ഓടേണ്ടി വന്നു. എന്തിന്? അതൊക്കെ ഉണ്ട്. അയ്യോ, ദേ ആദ്യത്തെ ഷർട്ടിൽ ചോര. ആമി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നില്ലടി. ആദ്യം അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇതെന്ത് പറ്റിയെന്ന് പറ. അവളുടെ ശബ്ദം ചെറുതായി ഇടറിയിരുന്നു. എനിക്കൊന്നും പറ്റിയില്ല, ഇതെന്റെ ബ്ലഡ് അല്ലതാണ്. പോരെ? ആദ്യം അവൾ അവന്റെ അടുത്തിരുത്തി. പിന്നെ അതൊക്കെ നീ വഴിയെ അറിയും. ആദ്യം അവൾ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് സൂര്യയുടെ കാര്യം ഒന്നും ചോദിക്കാനില്ലേ? ആദ്യം ഒന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് ആദ്യം രണ്ടും കൽപ്പി ചോദിച്ചു. അതിന് അവൾ വേദനയിൽ കലർന്ന പുഞ്ചിരി സമ്മാനിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യേട്ടൻ പറയും എന്ന് എനിക്കറിയാം. ആമി പറഞ്ഞു കേട്ട് ആദ്യം അവളെ നോക്കി. അതാര് ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അറസ്റ്റ് നടക്കും. ആദ്യം പറഞ്ഞു കേട്ട് ആമി തലയാട്ടി. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ആദ്യം അവളെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചു. ആമി പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് വരുന്ന തനിച്ചായിരുന്നു. ആമിക്കും മിലിക്കും ഏതാണ്ടൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് ടൗണിൽ പോകണമെന്ന് പറഞ്ഞു. ആമിയെ വിളിച്ചെങ്കിലും അവള് പോയില്ല. തനിച്ച് പോകണ്ടെന്ന് മിലി പറഞ്ഞെങ്കിലും ആമി അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ബസ് ഇറങ്ങി ഇത്തിരി നടക്കാനുണ്ട് വീട്ടിലേക്ക്. ആ വഴി ഒത്തിരി ആളുകളൊന്നും പോവാറില്ല. ഇടയ്ക്കിടെ പോകുന്ന ബൈക്കുകൾ മാത്രം. ആമി ബസ് ഇറങ്ങി വേഗം നടന്നു. ചുണ്ടിലൊരു മൂളിപ്പാട്ട് തത്തി കളിക്കുന്നുണ്ട്. നിലത്ത് കിടന്നൊരു കല്ല് കാലുകൊണ്ട് തട്ടി അവൾ മുന്നോട്ട് നടന്നു. ഒരു വട്ടം ആ കല്ല് തട്ടിയപ്പോൾ അത് കുറച്ച് ദൂരത്തേക്ക് തെറിച്ചു. ആ കല്ലിന്റെ ദിശ നോക്കി പോകുമ്പോഴാണ് മുന്നിൽ ബൈക്കിൽ ആരോ ഇരിക്കുന്നത് കണ്ടത്. ഫോൺ ചെവിയിൽ ചേർത്ത് വെച്ച് ആരോടോ സംസാരിക്കുന്നു. ബ്ലാക്ക് ജാക്കറ്റാണ് വേഷം. ആമയാളെ സൂക്ഷിച്ചു നോക്കി. പുറകിൽ നിന്ന് കണ്ടപ്പോൾ എവിടെയോ പരിചയമുള്ള പോലെ തോന്നി അവൾക്ക്. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അയാളെ കണ്ട ആമയ്ക്ക് ഭയമേറി. സച്ചിൻ, അവൾ അറിയാതെ പറഞ്ഞു. എന്നാൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അല്ലാതെ സച്ചിനൊന്നും പറഞ്ഞില്ല. ആമി വേഗം തന്നെ മുന്നോട്ട് നടന്നു. അവനെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവളുടെ ഹൃദയം അതിവേഗം ഇടിച്ചു. ആമിക്ക് അതുവരെ ഇല്ലാതിരുന്ന ഭയം അതിൻ്റെ 100 ഇരട്ടിയായി. ചുറ്റിനെ നോക്കുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല. ആമി ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ആദിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, പറയടി. ഫോൺ എടുത്തുടനെ ആദി ചോദിച്ചു. ആദിയേട്ടൻ എവിടെയാ? ഇത് ഇങ്ങനെയല്ലല്ലോ, ചന്ദ്രേട്ടൻ എവിടെയെന്നല്ലേ? ആദി പതിയെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. ചന്ദ്രനല്ല, സൂര്യൻ. എവിടെയാ മനുഷ്യ? ആമി ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ ഓഫീസിലാണ്, ഒരു ഫയൽ നോക്കുവാണ്. അടുത്ത ക്രിസ്റ്റി ഉണ്ട്, നീ കാര്യം പറ. ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചതാ. ഇന്ന് ആബിയും മിലിയില്ല, ഞാൻ തനിച്ചാണ്. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ബോറടിച്ചു. അതാ. ബോറടിച്ചോ അല്ലെങ്കിൽ പേടിച്ചോ കൊണ്ടോ? ആദി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അതെങ്ങനെ ആദ്യമായിട്ടിന് മനസ്സിലായി? ആമി അത്ഭുതപ്പെട്ടു. നിന്റെ ശബ്ദത്തിലെ മാറ്റം സംസാരം കേട്ടപ്പോൾ മനസ്സിലായി. എന്നാൽ ഞാൻ സത്യം പറയട്ടെ, ഇവിടെ നിന്നൊരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. എനിക്ക് പേടിയായി. ആദ്യമായിട്ട് തിരക്കിലാണെന്ന് വെച്ചോ എന്ന് ഞാൻ പറയില്ല. ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഫോൺ ചെവിയിൽ നിന്ന് മാറ്റരുത്. ഇനി അഥവാ എന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ അറിയാലോ. ആമി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കേട്ട് ആദ്യം ചിരിച്ചു. നിന്നെ ആര് പിടിച്ചു കൊണ്ടുപോവാനാ? അതൊക്കെ ഉണ്ട്. ഇവിടെ ഒരാൾ വന്നു നിൽക്കുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് പേടിയായി, അതാ. ആമി കൊച്ചുവിനെ പോലെ പറഞ്ഞു. ആമി തിരിഞ്ഞു നോക്കുമ്പോൾ സച്ചിൻ ആദ്യം നിന്നെടുത്തുനിന്ന് മാറി
കുറച്ച് മുമ്പിലേക്ക് ബൈക്ക് നിർത്തി ഫോണിൽ കളിക്കുന്ന കണ്ട് ഇടയ്ക്കിടെ അവന്റെ കണ്ണ് ആമിയിലേക്കും വരുന്നുണ്ട്. അവൻ നോക്കുന്ന കണ്ട് ആമി വേഗം നടന്നു. ആദ്യയോട് വെറുതെ എന്തൊക്കെയോ സംസാരിച്ചു. വീട്ടിൽ കയറിയതിനു ശേഷമാണ് അവൾ ഫോൺ കട്ട് ചെയ്തത്. സച്ചിൻ ഒരു വട്ടം കൂടെ അവളുടെ വീട്ടിലേക്ക് നോക്കി. അവിടെ ഒന്ന് പോയി. ആദ്യം ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെച്ചു. അവന്റെ ഫോണിൽ എന്തോ നോട്ടിഫിക്കേഷൻ വന്നു. ആദ്യം അത് നോക്കി അതുപോലെ ടേബിൾ വെച്ച് എഴുന്നേറ്റു. എന്നാ നീ പൊക്കോ, ഞാൻ ഇന്ന് അവിടം വരെ പോയി നോക്കട്ടെ, മുമ്പിലിരിക്കുന്ന ക്രിസ്റ്റിയോട് പറഞ്ഞ് അവൻ ആദ്യം തൊപ്പിയെടുത്തു. ക്രിസ്റ്റിയും ആദ്യം കൈ കൊടുത്ത് പിരിഞ്ഞു. ആദ്യം ഒരു ഗോഡൌൺ പോലുള്ള സ്ഥലത്തേക്ക് പോയി. എന്തായാൽബി, അവൻ വല്ലതും പറഞ്ഞു? കാരോട് ആദ്യം ചോദിച്ചു. ഇത്ര കിട്ടിയിട്ടും കാമ എന്ന അക്ഷരം പറയുന്നില്ല. നെറ്റിലെ വിയർപ്പ് തുള്ളിയിൽ വിരലുകൊണ്ട് നീക്കിക്കൊണ്ട് പറഞ്ഞു. അതാരായെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പിന്നെ അതിങ്ങ് തുറന്നു പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് തെളിവ് വേണം. അതിന് നീ പറഞ്ഞേ മതിയാവും. ഇല്ലെങ്കിൽ നീ പറയുന്നത് വരെ ഇതുപോലെ കിട്ടും, അല്ലെങ്കിൽ ഇതിലും വലുത്. തലകയായി കെട്ടി തൂക്കിയിട്ട് ഒരുത്തന്റെ മുടിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞു. അവന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറുകയായിരുന്നു. എനിക്കറി ഗണേശ കൊടുത്തോ. അയാൾ എന്തോ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞു. ഗണേഷ് വീണ്ടും അവനെ അടിക്കാൻ തുടങ്ങി. അയാളുടെ നഗ്നമായ പുറത്ത് ചുവന്ന പാടുകൾ ഏറി വന്നു. ആ ജീവന്റെ ശബ്ദം അവിടെ മാകെ പ്രതിധ്വനിച്ചു. ഒരുപാട് ചോദിച്ചിട്ടും ജീവനൊന്നും പറയുന്നില്ലെന്ന് കൊണ്ട് ആദ്യക്ക് ദേഷ്യം നുരഞ്ഞു പൊന്തി. ഗണേശന്റെ കയ്യിൽ നിന്ന് ആ ദണ്ട് വാങ്ങി ആദ്യം അയാളുടെ പുറത്ത് വർദ്ധിച്ച ദേഷ്യത്തോടെ അടിച്ചു. ആൽബി അവന്റെ കയ്യിൽ പിടിച്ചു വെച്ചു. മതിയടാ, അവൻ ചത്തുപോകും. ആൽബി പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് നിർത്തി. ആ ദണ്ട് തറയിലേക്ക് എറിഞ്ഞു. അവന്റെ മുടിയിൽ പിടിച്ചുയർത്തി ആദിയുടെ മുഖത്തിൽ നേരെ വെച്ചു. ജീവൻ വേദന കൊണ്ട് പുളഞ്ഞു. പറയട പുല്ലേ. ആദിയുടെ ഗർജന ആ മുറി മുഴുവൻ ഉയർന്നു. ഞാൻ പറയാം. ജീവൻ വേദന കടിച്ചു പിടിച്ച് പറഞ്ഞൊപ്പിച്ചു. ആദ്യം അവന്റെ തല നേരെ നിർത്തി. ആൽബിയും ഗണേഷിനും മറ്റു 2 പോലീസുകാരും ചേർന്ന് അവന്റെ കാലിലെ കെട്ടയച്ചു ഒരു കസേരയിൽ ഇരുത്തി. അതിനു മുമ്പിൽ കാലിൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ആദ്യം ഇരുന്നു. രാത്രി ആദ്യം നേരം വൈകിയിരുന്നു. ആമി ഉമ്മറത്ത് കാത്തിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പതിയെ അടയാൻ തുടങ്ങിയിരുന്നു. ആദ്യയുടെ കാറ് മുറ്റത്തേക്ക് വരുന്ന കണ്ട് അവൾ എഴുന്നേറ്റ് നിന്നു. ആദ്യ രഘുവേട്ടനോട് യാത്ര പറഞ്ഞ് ഉമ്മറത്തേക്ക് കയറി. അവന്റെ മുഖത്ത് പതിവിലും ഗൗരവം നിറഞ്ഞിരുന്നു. ആദ്യം ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി. ആമി അവനെ വിളിച്ചെങ്കിലും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിൽ കയറി. ആമി അടുക്കൽ പോയി ഭക്ഷണം ടേബിളിലെടുത്ത് വെച്ചു. അല്പനേരം അവിടെ ഇരുന്നിട്ട് ആദ്യം താഴേക്ക് വരുന്നത് കണ്ടില്ല. ആമി അവന്റെ മുറിയിൽ നോക്കുമ്പോൾ ഹെഡ് ബോർഡിൽ തലവെച്ച് ചാരിയിരിക്കുകയാണ്. ആമി പതിയെ ചെന്ന് അവന്റെ നെറ്റിയിൽ തൊട്ടു. എന്തേ വയ്യേ? ആദ്യം കണ്ണു തുറന്നപ്പോൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നല്ല തലവേദന. ആദ്യം കണ്ണുകൾ വീണ്ടും അടച്ചു. ഞാൻ പാമ്പ് എടുത്തിട്ട് വരാം. ആമി തിരിഞ്ഞു നടക്കാൻ തോന്നിയപ്പോൾ ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കൈ അവന്റെ തലയിലേക്ക് ചേർത്തി. ആമി ആദ്യം ഒന്ന് നെറ്റിയെങ്കിലും പിന്നെ ചിരിയോടെ അവന്റെ തലയിലും നെറ്റിയിലും മസാജ് ചെയ്തു കൊടുത്തു. ഭക്ഷണം വേണ്ട എന്ന് ആദ്യം പറഞ്ഞെങ്കിലും അതിന് സമ്മതിക്കാതെ ആമി അവനെ കഴിപ്പിച്ചു. ആമിയും ആബിയും മിലിയും ക്യാൻറ്റീനിലിരുന്ന് സംസാരിക്കുകയാണ്. പവി എന്തോ വാങ്ങാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയി. പവിയുടെ ബാഗിൽ പുറത്തേക്ക് ചാടിക്കിടക്കുന്ന പവിയുടെ പുസ്തകം കണ്ട് മിലി അത് പതിയെ എടുത്തു. പവി വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കാൻ അവൾ മറന്നില്ല. ഡി അത് വേണ്ട, അത് അവളുടെ അല്ലേ? ആമി മിലിയെ തടഞ്ഞു. ഒന്ന് പോടി, ഇതിലെന്തായെന്ന് എനിക്കെന്ന് അറിയണം. മിലി ആവശ്യത്തോടെ ആ പുസ്തകത്തിന്റെ കെട്ടയച്ച് താളുകൾ മറച്ചു. ആദ്യ പേജിൽ ഒരു പഴയ ഫോട്ടോയാണ്. 2 ആൺകുട്ടികളുടെ നടുക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി. മിലി അടുത്ത പേജ് മറച്ചു നോക്കി. ഏട്ടൻ എന്ന വെള്ള പേപ്പറിൽ ചുവന്ന മഷി കൊണ്ട് മനോഹരമായി എഴുതി വെച്ച ആ പേജ് മിലി വേഗം അടുത്തതും മറിച്ചു. പറയാതെ പോയൊരു പ്രണയമുണ്ട് എനിക്ക്. അറിയാതെയെങ്കിലും പുറത്തു കടന്നാൽ അതിൻ്റെ പവിത്ര നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയന്ന എന്നെ ആദ്യ അനുരാഗം മരണം ശരീരത്തെ പ്രാപിക്കും വരെ മറക്കില്ല. എന്നിൽ തുടങ്ങി എന്നിൽ മാത്രം ഒതുങ്ങിയ എൻ്റെ പ്രണയം. മിലി അതിലെ അക്ഷരങ്ങൾ വായിച്ചത് കേട്ട് മറ്റു 2 പരസ്പരം നോക്കി. എടി, അവൾക്കിപ്പോൾ പ്രണയമുണ്ടോ? ആബി സംശയത്തോടെ ചോദിച്ചു. മിലി എന്തോ പറയാൻ വന്നതും പവി അടുത്തേക്ക് വന്നു. എന്ത് ചൂടാണിടേ, ഈ കറണ്ട് ഇപ്പം എങ്ങാനും വരുവാവോ? പവി അവരുടെ അടുത്തുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. ബാക്കി 3 പേരും താൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറയാത്തത് കണ്ട് അവൾ അവരെ നോക്കി. 3 തന്നെ തുറിച്ചു നോക്കുന്ന കണ്ട് അവൾ അവരെ നോക്കി. ഞങ്ങൾ നിന്റെ ആരാ? മിലിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ പവി ഒന്ന് സംശയിച്ചു. നിനക്ക് ആടുകളെ ഇഷ്ടമുണ്ടോ? അടുത്ത ചോദ്യം ആബിയുടെ വകയായിരുന്നു. ആദ്യം ഒന്ന് നീട്ടിയെങ്കിലും പവി പിന്നെ ചിരിച്ചു. ഇഷ്ടാണല്ലോ, അച്ഛനോടും അമ്മയോടും നിങ്ങളോട് എല്ലാവരും ഇഷ്ടമാണ്. പവി പറഞ്ഞു കേട്ട് 3നും ദേഷ്യം വന്നു. ആ ഇഷ്ടമല്ല, നിനക്ക് ആടുകളും പ്രണയം തോന്നിയിട്ടുണ്ടോ? ആമി ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലല്ലോ, പവി മങ്ങിയെ പുഞ്ചിരി കൊടുത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇതെന്താടി? മിനി അവളുടെ മുമ്പിലേക്ക് ആ പുസ്തകം നീക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. പവി ഒന്നും പറഞ്ഞില്ല. അവൾ 3 പേരെയും മാറി മാറി നോക്കി. പിന്നെ തല താഴ്ത്തി നിന്നു. പറ പവി, ഇതാരെ പറ്റിയാണ്? ആബി കടുപ്പിച്ച് ചോദിച്ചു. എൻ്റെ അച്ഛയുടെ ഫ്രണ്ടിന്റെ മോനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ 3 പേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഏട്ടനോട് അത് പറയാൻ എനിക്ക് കഴിയില്ല. ഒരാളെങ്കിലും എൻ്റെ പ്രണയം ആരാണെന്ന് തിരിച്ചറിഞ്ഞു.
അനിഷ്ടതയോടോ അത്ഭുതത്തോടെയാണ് ഒന്ന് നോക്കിയാൽ തകർന്നു പോവും ഞാൻ. പവിയുടെ ശബ്ദം ഇടറി, കണ്ണുകൾ നിറഞ്ഞു. ആമിയും മിലയും ആബിയും അവളെ സമാധാനിപ്പിച്ചു. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പറയണ്ട എന്നും എന്തെങ്കിലും പറയാൻ തോന്നിയാൽ പറയട്ടെ എന്നും തീരുമാനിച്ചു. കണ്ണു തുടച്ച് മുന്നോട്ട് നോക്കിയ പവിയുടെ കണ്ണുകൾ തിളങ്ങി. ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഏട്ടാ! അന്ന് ആദ്യമായാവും അവളുടെ ശബ്ദം ആ ക്യാമ്പസ് കേട്ടത്. കാരണം അത്രയ്ക്ക് ശബ്ദത്തിലാണ് വിളിച്ചത്. പവി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അവന്റെ അടുത്തേക്ക് ഓടി അവനെ വാരി പുണർന്നു. മില അവനെ കണ്ടത് ഞെട്ടി. അവളുടെ മനസ്സിൽ പാറക്കല്ലെടുത്തു വെച്ചതുപോലെ തോന്നി അവൾക്ക്. ക്രിസ്ത്യച്ചനോ? ആബി പതിയെ ചോദിച്ചു. അവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പവിയെ കണ്ടത് മിലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കണ്ണിൽ കണ്ടത് അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചത് മാത്രമായിരുന്നു. പെട്ടെന്ന് കറന്റ് വന്ന് മിലിയുടെ കയ്യിലുള്ള പവിയുടെ പുസ്തകത്തിലെ താളുകൾ ഫാനിന്റെ കാറ്റുകൊണ്ട് മറിഞ്ഞു വീണു. മിലിയുടെ കണ്ണുകൾ അതിലേക്ക് പതിഞ്ഞു. പല ചായങ്ങൾ കൊണ്ട് വരച്ചു തീർത്ത ക്രിസ്റ്റിയുടെ ചിത്രം മീശ വിരിച്ചു ആ കുസൃതി ചിരിയാനെ നോക്കി നിൽക്കുന്ന ആ ചിത്രത്തിന് ജീവനുള്ളത് പോലെ തോന്നി അവൾക്ക്. മിലിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആ പുസ്തകത്താളിൽ വീണു. ആ ചിത്രത്തിന്റെ താഴെ പവി എന്ന് എഴുതി ചേർത്ത ചായത്തിലാണ് ആ കണ്ണുനീർ പതിച്ചത്. മിലിയുടെ ദൃഷ്ടി വീണ്ടും അവനിലേക്ക് പതിഞ്ഞു. പവി അവനിൽ നിന്ന് അകന്നു. അവനെന്തോ അവളുടെ ചെവിയിൽ പറഞ്ഞത് കേട്ട് അവൾ നാണത്തോട് തലതാഴ്ത്തി. ഇതെല്ലാം കണ്ട് മിലിക്ക് എന്തുകൊണ്ടോ സഹിച്ചില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പവിയും ക്രിസ്റ്റിയും അവളെ നോക്കുന്നു എന്ന് കണ്ടതും അവൾ വേഗം കണ്ണു തുടച്ചു. പവി ക്രിസ്റ്റിയുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ടാണ് നടന്നു വരുന്നത്. അതോടെ കണ്ടതോടെ മിലിയുടെ ഉള്ള സമാധാനം പോയി. ക്രിസ്റ്റി അവരുടെ 3 പേരുടെയും അടുത്തേക്ക് വന്നു. നിനക്കെന്ത് പറ്റി? മിലിയുടെ മുഖത്തെ തെളിച്ചില്ലായ്മ കണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ഞാൻ പോവാം, നിങ്ങൾ വരുന്നെങ്കിൽ വാ. മിലി ആരെയും നോക്കാതെ പുറത്തേക്ക് പോയി. ക്രിസ്റ്റി ആണെങ്കിൽ അവൾക്ക് എന്ത് പറ്റിയെന്ന് ആലോചിക്കുകയാണ്. ആബി മാമി ഞങ്ങൾ എന്ത് ചെയ്യണം മല്ലയ്യ എന്ന എക്സ്പ്രഷൻ ഇട്ട് മിലി പോകുന്ന വായയും ക്രിസ്റ്റിയെയും നോക്കി. മിലിയുടെ ആ ഒരു പെരുമാറ്റം എന്തുകൊണ്ടോ ക്രിസ്റ്റിക്ക് സഹിച്ചില്ല. തന്നെ കണ്ട് ഇന്നുവരെ മുഖം തിരിക്കാത്തവളാണ് ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു പോകുന്നതിൽ അവൻ എന്തെന്നില്ലാത്ത നോവ് പടർന്നു. ആബിയോടും ആമിയോടും പവിയോടും കൂടുതലൊന്നും സംസാരിക്കാതെ തെളിച്ചമില്ലാത്ത മുഖത്തോടെ ക്രിസ്റ്റി അവിടെ വിട്ടിറങ്ങി. ആമിയും കൂട്ടരും ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ മിലയോ അവളുടെ ബാഗോ കണ്ടില്ല. റിയ, നീ മിലയെ കണ്ടായിരുന്നു? ആമി കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു. ആ, അവള് പോയല്ലോ. കുറച്ചുമ്പ് വന്ന് ബാഗ് എടുത്ത് പുറത്തേക്ക് പോയി. കണ്ണയ്ക്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ചോദിച്ചപ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞു. എന്താണ് ഈ പ്രശ്നം? വല്ല പ്രശ്നമുണ്ടോ? റിയ വേവലാതിയുടെ അവരുടെ അടുത്തേക്കൊന്ന് ചോദിച്ചു. ഒന്നുമില്ലടി, ഞങ്ങൾ 1-2 പറഞ്ഞ അടിയായി. അതിന്റെ പിണക്കത്തിലാണ്. അതിന്ന് ശരിയാക്കിക്കോളാം, ആവി പെട്ടെന്ന് തന്നെ പറഞ്ഞു. റിയ അത് കേട്ട് മറ്റൊന്നും പറയാതെ പോയി. ഡേ, അവൾക്ക് എന്ത് പറ്റിയടി? പവി ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് ക്രിസ്ത്യച്ചനായി എന്താ ബന്ധം? നീ നേരത്തെ പറഞ്ഞ ഏട്ടനും ക്രിസ്ത്യച്ചനും ഒന്നാണ്. ആബി അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഏതേട്ടൻ? പവി സംശയത്തോട് ചോദിച്ചു. നീ പറഞ്ഞില്ലേ നിനക്ക് പറയാൻ പറ്റാത്തൊരു പ്രണയമുണ്ടെന്ന്, നിന്റെ ഏട്ടനെന്ന്. അതാണോ ക്രിസ്ത്യച്ചൻ? ക്രിസ്ത്യച്ചനെ നീ വിളിച്ചത് ഏട്ടനാണോ? നിനക്കറിയുന്നല്ലേ പവി, എനിക്കൊരു ഇഷ്ടമുണ്ടെന്ന്. തുറന്ന് പറയാൻ പല തടസ്സങ്ങളുണ്ടെങ്കിലും അവൾക്ക് അയാൾ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലായതല്ലേ. ആ ആളാണ് ക്രിസ്ത്യച്ചായൻ. അത് അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാത്തതുകൊണ്ടാണോ നീ ഇപ്പോ അങ്ങനെയൊക്കെ ചെയ്തത്? ആവി പറഞ്ഞു കേട്ട് പവിക്ക് യാതൊരു ഭാവവ്യത്യാസവും വന്നില്ല. നീ എന്നൊന്നും മിണ്ടാതെ ആവിക്ക് ദേഷ്യം വരാൻ തുടങ്ങി.